ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. മദ്യരാജാക്കന്മാരെയും മുതലാളിമാരെയും വളർത്തുന്ന നയമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെതെന്ന് ഭാരതീയ മദ്യവർജന സംരക്ഷണ സമിതി നേതാവ് ആലയ്ക്കൽ ചെന്താമരാക്ഷൻ ആരോപിച്ചു. മദ്യവർജനത്തിന്റെ പേരിൽ അധികാരത്തിൽ വന്ന LDF സർക്കാർ മദ്യശാലകൾ പുനരാരംഭിച്ചതുമൂലം ശാന്തിയും സമാധാനവും നഷ്ടമായി എന്നും അദ്ദേഹം പറഞ്ഞു. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മദ്യനിരോധനം നടന്നൊരു സംസ്ഥാനമാണ്. ആ മദ്യനിരോധനം നടന്നതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ഭരണം കേരളത്തിൽ വരികയാണ്. ഒരു കാരണവശാലും മദ്യ നിരോധനത്തിന് ഞങ്ങൾ അനുകൂലിക്കല്ലാതെ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അടുത്ത് വന്ന സർക്കാർ ഉണ്ടായത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മദ്യഷാപ്പുകൾ തുടങ്ങാനുള്ള സാഹചര്യം അവരൊരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1000-ലേറെ മദ്യശാലകളാണ് ഇടതുപക്ഷ സർക്കാർ ആരംഭിച്ചത്. ത്രിപുര, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായത് ഇത്തരം നീക്കങ്ങളിലൂടെയാണ്. ബിവറേജ് ഔട്ട്ലെറ്റുകളും ബാർ ഹോട്ടലുകളും യാതൊരു മാനദണ്ഡവുമില്ലാതെയാണ് സർക്കാർ അനുവദിക്കുന്നതെന്നും ചെന്താമരാക്ഷൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സമിതി ഭാരവാഹികളായ തച്ചാംകുന്ന് സുരേന്ദ്രൻ, പ്ലാച്ചിമട ഹരിഹരസുധൻ, പേരലിക്കളം കൃഷ്ണദാസ് എന്നിവരും പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.